നമസ്കാരം. രാഷ്ട്രീയ വാർത്തകൾ. ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വമ്പിച്ച വിജയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ രണ്ടാം വട്ടവും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞു. ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നാടിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തീർത്താൽ തീരാത്ത വിരോധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. വൈകുന്നേരം കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും വമ്പിച്ച സന്തോഷ പ്രകടനമാണ് നടന്നത്. ഈ യോഗത്തിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി മുസ്ലിം ജില്ലാ കമ്മിറ്റി നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഡി കുര്യാക്കോസും സുന്ദരമായ വിജയം തെളിയിക്കുകയാണ്. യുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രകടനം രാജ്യത്തിൻ്റെ മതേതര ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ 400 സീറ്റിലധികം നേടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്തസ്സുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കിച്ചേരണമെന്ന് ഐക്യജനാധിപത്യത്തിലേക്ക് പറയാനുള്ളത്. ഈ കേരളത്തിലെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെയാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണി അതിശക്തമായി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് കാത്തിരിക്കാം. ആ ഭാവിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടങ്ങൾ തുടരും. ഏതാണ്ട് അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ദുഷ്ഫലം അഴിമതിക്കെതിരെ നമ്മുടെ നാട്ടിൽ നടന്ന 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 18 നമ്മൾ നേടിയിരിക്കുകയാണ്. ഈ ഉജ്ജ്വല വിജയം കാഴ്ചവെച്ച നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക്, ജനാധിപത്യ പ്രവർത്തകർക്ക്, മുന്നണിക്ക് വേണ്ടിയും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ 18 സീറ്റോട് കൂടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം, 2 ലക്ഷത്തിലധികമുള്ള ഭൂരിപക്ഷം, 1 ലക്ഷത്തിലധികമുള്ള ഭൂരിപക്ഷം 8-4 12 സ്ഥാനാർത്ഥിമാർക്ക് സംഭാവന ചെയ്തപ്പോൾ അതിനേക്കാളേറെ വർഗീയതയ്ക്കെതിരായ ഒരു വലിയ വിജയം കേരളത്തിൽ സംഭാവന ചെയ്ത കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ, അവരോട് ഐക്യ ജനാധിപത്യ മുന്നണി കടപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കും ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ത്രസിപ്പിക്കുന്ന ജിജ്ഞാസയോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നു, ലോകത്തിലെ ജനങ്ങൾ വീക്ഷിക്കുന്നു.
തകിടം മറിഞ്ഞ് കോടികൾ നഷ്ടം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്ത. മോദി ഭരണകൂടത്തിൽ പോകുന്നു. നാട്ടുരാജ്യ ന്യൂസ് ക്യാമറ റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് കെ വിജയൻ.